ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസം ഈ വിഷയത്തില് അതിന്റെ ഉപവാസത്തിന്റെ പല സ്റ്റേജുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ തന്നെ നമ്മൾ ചില ചുരുങ്ങിയ ഉപവാസവും ദീർഘോപവാസവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ഒരു പർപ്പസിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് നീളത്തിലാണ്, എത്ര കാലത്തേക്കാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഫാസ്റ്റിംഗ് ഡ്യൂറേഷൻ മസ്റ്റ് മാച്ച് പർപ്പസ് ഫോർ സേഫ് ആൻഡ് എഫക്റ്റീവ് ഹീലിംഗ്. ഉദ്ദേശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉപവാസ ദൈർഘ്യം. ആരോഗ്യ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉപവാസത്തിന്റെ ദൈർഘ്യത്തിൽ മാറ്റം കൽപ്പിക്കേണ്ടതുണ്ട്. 12 മുതൽ 24 മണിക്കൂർ വരെയുള്ള ചെറിയ ഉപവാസം ഉപാപചയ പ്രവർത്തനങ്ങളുടെ വഴക്കത്തെ പിന്തുണയ്ക്കുകയും ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുകയും ചെയ്യുന്നു. 16 മുതൽ 18 വരെയുള്ള ഇടവിട്ടുള്ള ഉപവാസം അഥവാ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിയന്ത്രിക്കാനും ശരീരഭാരം സന്തുലിതമായി നിലനിർത്താനും സഹായിക്കുന്നു. ദഹനപ്രക്രിയ ക്രമീകരിക്കുന്നതിനായി പലപ്പോഴും 24 മുതൽ 36 മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. 3 മുതൽ 5 ദിവസം വരെയുള്ള ഉപവാസം ശരീരത്തിനുള്ളിൽ ആഴത്തിലുള്ള ക്രമീകരണ പ്രക്രിയകൾക്കും മാറ്റങ്ങൾക്കും തുടക്കമിടാം. തീവ്രത കൂടുതലായതിനാൽ 7 ദിവസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ദീർഘ ഉപവാസങ്ങൾ വിദഗ്ധ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ. ഉപവാസത്തിന്റെ ഗുണഫലം എത്ര സമയം ഉപവസിക്കുന്നു എന്നതിൽ മാത്രമല്ല, മറിച്ച് വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് ഉചിതമായ ദൈർഘ്യം തിരഞ്ഞെടുക്കുന്നതിലും അത് ശരിയായ ധാരണയോടെ നടപ്പിലാക്കുന്നതിലുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു വയറിനൊരു അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഭക്ഷണം കൊണ്ട് പ്രശ്നമുണ്ടാകുന്നു എന്ന് അറിയുന്നവർ ചെയ്യുക, ആ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഉപവാസം എന്ന് പറയുന്നത്. ഏറ്റവും ലൈറ്റ്. അതിന് ഉപവാസം നമ്മൾ വിളിക്കാറില്ല. സാധാരണ രീതിയിൽ ഭക്ഷണ ലംഘനം എന്നാണ് പറയുക. എനിക്ക് വേണ്ട, ഞാൻ ഭക്ഷണം ഒഴിവാക്കും. നമ്മളൊരു യാത്ര പോയി, ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ വയറിനാകെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്റെ വയറിന് നല്ല സുഖമല്ല, ഞാനിപ്പോ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഈ കഴിക്കുന്നില്ല എന്നുള്ള പറയലില് അവിടെ ആ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പാവുന്ന സമയത്ത് ദഹന വ്യവസ്ഥയ്ക്ക് അധികമായി നൽകാൻ സാധ്യതയുള്ള ആ ഒരു ലോഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഭക്ഷണ ലംഘനം എന്ന് പറയുന്നത്. അത് ഭക്ഷണം എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് ബോധ്യമാവില്ല. അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകും എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അതിനെ പരിഗണിക്കുക പോലുമില്ല, അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അല്ലാത്തവർക്കാണ് അത് മനസ്സിലാവുക. അപ്പോൾ അതിനെ ഒരു നേരം നമ്മൾ നിർദ്ദേശിക്കുകയാണ് ഒരാളോട്, നിങ്ങൾ ഈ നേരം ഭക്ഷണം കഴിക്കാതിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അറിയുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഭക്ഷണ ലംഘനമാണ്. വയറിന് അസ്വസ്ഥത തോന്നിയാൽ, മാനസിക അസ്വാസ്ഥ്യം തോന്നിയാൽ ഒക്കെ ഭക്ഷണം ലംഘിക്കാം. ഈ മെറ്റാബോളിക് ഫ്ലെക്സിബിലിറ്റി എന്നൊരു സംഭവമുണ്ട്. അതായത് ശരീരത്തിൽ ഇപ്പോ നമുക്കൊരു ചെറിയൊരു അലർജി ഉണ്ടാവും, ചെറിയൊരു ചൊറിച്ചിൽ, ആവർത്തിച്ചുള്ള ചൊറിച്ചിലുണ്ടാകുന്നു. ഒരു ഇൻസെക്ട് കടിച്ചതൊന്നും അല്ലാതെ നമുക്കൊരു ചൊറിച്ചിലുണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു മാന്യം തോന്നുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആണ് സാധാരണ രീതിയിൽ ഉപവാസം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ഉപവാസം എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത്. ഈ രീതിയിലുള്ള ചിന്ത വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ആ ഭക്ഷണം ലംഘിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അതായത് നാച്ചുറൽ ഹൈജീന്റെ ഒരു രീതി അനുസരിച്ച് അതിനെയും ഉപവാസം എന്ന് വിളിക്കാറില്ല, എങ്കിലും ഒരു ഏകദിന ഉപവാസം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ ഭക്ഷണം ലംഘിച്ചു കഴിയുമ്പോൾ ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് ആ മെറ്റാബോളിക് ആക്ടിവിറ്റി അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, മെറ്റാബോളിസം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇത് തന്നെ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്.
അത് നിരന്തരമായിട്ട് അത്തരത്തിൽ തന്നെ കൊണ്ടുപോകാൻ ശരീരത്തിന് മെറ്റാബോളിക് ഫ്ലെക്സിബിലിറ്റി നൽകാൻ പാകത്തില് 16 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ഇടവിട്ടുള്ള ഉപവാസം. അതായത് ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെ 2 നേരം തന്നെ അവസാനത്തെ ഭക്ഷണത്തിന് ശേഷം, അതായത് വൈകിട്ടത്തെ ഭക്ഷണത്തിന് ശേഷം രാവിലത്തെ ഭക്ഷണം വരെ 16 മുതൽ 18 മണിക്കൂർ വരെ നൽകുന്ന ഒരു രീതിയുണ്ട്. ഈ രീതി എന്ന് പറയുന്നത് അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. ഈ മെറ്റാബോളിക് ഡിസോർഡറുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻസുലിൻ ബാലൻസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അത് ഉപകരിക്കും. അപ്പോ ശരീരത്തിന് സിസ്റ്റം പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കാരണവശാൽ സിസ്റ്റം പ്രോപ്പറായിട്ട് പോകുന്നില്ല, ഇപ്പൊ മുട്ടുവേദന വരുന്നു, അല്ലെങ്കിൽ സന്ധികളിൽ വേദന വരുന്നു, നീർക്കെട്ട് വരുന്നു, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ ഇതിനെ സ്ലോ ആയിട്ട്, നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ സ്ലോ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് 16 മുതൽ 18 മണിക്കൂർ വരെയുള്ള ഉപവാസം എന്ന് പറയുന്നത്. പറഞ്ഞു, ഇത് ഉപവാസം സാധാരണ വിളിക്കാറില്ല, പക്ഷെ ആധുനിക കാലത്ത് നല്ല ഓമന പേരുണ്ട് അതിന്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന്. ഈ ദഹനം, നമ്മളിപ്പോ കല്യാണങ്ങൾ, ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായി, ഒരു 3-4 ദിവസം അതിന്റെ പുറകെ നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിക്കും. യാത്രയിലാവുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ടീമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണം ഒഴിവാക്കലെന്ന് നടക്കില്ല, അതിന്റെ കൂടെ അങ്ങ് ചെന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 24 മുതൽ 36 മണിക്കൂർ വരെ ഉപവാസം ചെയ്തുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ദഹന പ്രക്രിയ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 24 മണിക്കൂർ 34 മണിക്കൂർ വരെ, അതായത് 1-1.5 ദിവസത്തേക്ക് നമ്മൾ ആ ഉപവാസം എടുക്കുന്നത്. ഇപ്പോ ശരീരത്തിനകത്ത് നല്ല പെയിനുണ്ട്, നീർക്കെട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നീർക്കെട്ട് വരുന്നതാണല്ലോ പെയിനിന്റെ പ്രധാന ലക്ഷണം, അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നതാണ് പെയിനിന്റെ പ്രധാന കാരണം. അങ്ങനെ ഒരു കാരണം ഉണ്ടാകുന്ന സമയത്ത് ഈ നീർക്കെട്ട് ഒഴിവാക്കാനുള്ള, അതുപോലെ തന്നെ ശരീരത്തിനകത്ത് നീർക്കെട്ട് എന്ന് പറയുമ്പോൾ ലിംഫില് മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് വരുന്നതൊക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് വെച്ചാൽ 3 മുതൽ 5 ദിവസം വരെ ഉപവസിക്കുക എന്നുള്ളതാണ്. 3 ദിവസത്തേക്ക് നമ്മളൊന്നും കഴിക്കുന്നില്ല, അത് നമുക്ക് ആ അസ്വാസ്ഥ്യം മാറിയിട്ടില്ല, പൂർണ്ണമായിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസം വരെ ഉപവസിക്കുക. ഒരുവിധപ്പെട്ട വേദനകളെല്ലാം തന്നെ 3 ദിവസത്തെ ഉപവാസം കൊണ്ട് നിൽക്കും. കാരണം ഇൻഫ്ലമേഷൻ അവിടെ നിന്ന് മാറും, അതോടുകൂടി വേദന അവിടെ നിൽക്കും. പിന്നെ ഈ വേദന വരുന്നതിന്റെ, അല്ലെങ്കിൽ സെൻസേഷൻ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് അടുത്ത് വിട്ട് വയറിനകത്ത് അല്ലെങ്കിൽ കാലിന്റെ കൈയുടെ ഏതെങ്കിലും ഭാഗത്ത് വിട്ട് ഒരു സ്പന്ദനം വരുന്നു, അവിടെ ഒരു ചെറിയ പെയിൻ വരുന്നു, വിട്ട് പെയിൻ വരുന്നു വെച്ചാൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു കുഴലിൽ കൂടെ വെള്ളം പോകുന്നിരിക്കട്ടെ, ആ വെള്ളത്തിനൊരു തടസ്സം ഉണ്ടെച്ചാൽ അതിനിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും, വെള്ളം ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പൊ ജൈവ വസ്തു ആയതുകൊണ്ട് ജൈവ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തെ, തടസ്സത്തെ നീക്കം ചെയ്യാൻ നിരന്തരം ശ്രമിക്കും, നിർത്തും, വീണ്ടും ശ്രമിക്കും, നിർത്തും. ഈ ശ്രമിക്കുന്ന സമയത്തെല്ലാം തന്നെ അവിടെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ മുകളിൽ പുതിയ ആഡ് ഓൺ ചെയ്യാതിരിക്കുക, എന്ന് വെച്ചാൽ പുതിയ ഭക്ഷണം കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഇത് പതുക്കെ ഈ തള്ളലും എല്ലാം കുറഞ്ഞ് ഇത് ഈസി ഫ്ലോയിലേക്ക് പോവുക. അവിടെ ഇൻഫ്ലമേഷൻ കുറയുന്നു, കുടലിനകത്ത് അല്ലെങ്കിൽ രക്തക്കുഴലിനകത്തുള്ള വീക്കം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് പതുക്കെ മാറി അവിടെ നിന്ന് ഇത് ആ പ്രവാഹം ക്രമീകരിച്ചുകൊണ്ട് ശരീരത്തിന്റെ അകത്തെ ആ ഒരു മെക്കാനിസം കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുക. അവിടെ മെറ്റാബോളിസത്തിലും മാറ്റം വരും, മെറ്റാബോളിസത്തിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നല്ലപോലെ അവൈലബിൾ ആവും. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ 3 ദിവസം മുതൽ 5 ദിവസം വരെയുള്ള ഉപവാസം കൊണ്ട് നമുക്ക് നേടാം. അതായത് ഇന്ന് നമുക്ക് സാധാരണ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലൂടെ വരുന്ന ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം തന്നെ 3 ദിവസം മുതൽ 5 ദിവസം വരെയുള്ള ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് ഏതാണ്ട് ഒരു ചെറിയ ശമനം വരുത്താൻ കഴിയും. പിന്നെ തുടർന്ന് ലൈഫ് സ്റ്റൈലിൽ ഇത് ഈ ആഡ് ഓൺ ചെയ്യാതെ, ശരീരത്തിനകത്തുള്ള ടോക്സിൻസിന്റെ മുകളിൽ പുതിയ ആഡ് ഓൺസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് റെഗുലേറ്റ് ചെയ്ത് വരും. ഇതാണ് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഇനിയും ഇതിനും അപ്പുറത്തേക്ക് ഉപവാസം ചെയ്യേണ്ടി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദീർഘകാലമായിട്ട് കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ 5 ദിവസം മതിയാവില്ല. കാരണം ശരീരത്തിന്റെ ഓട്ടോഫാഗി തുടങ്ങുന്നത് തന്നെ ഒരു 7 ദിവസത്തിന് ശേഷമായിരിക്കും, പ്രോപ്പറായിട്ടുള്ള ഓട്ടോഫാഗി എന്നുള്ളത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പോലും ഓട്ടോഫാഗി ട്രിഗേർഡ് ആവും എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ പറഞ്ഞത്
ശരീരത്തെ റീസ്ട്രക്ചർ ചെയ്യാൻ പാകത്തിൽ ഓട്ടോഫാഗി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു 7 ദിവസത്തിന്റെ മുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറൽ പ്രോബ്ലം, നമ്മളടുത്ത് വീണു അല്ലെങ്കിൽ വലിയൊരു മുറിവുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഡെഡ്ലി ആയിട്ടുള്ള പല ഡിസീസസും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 7 ദിവസത്തിന്റെ മുകളിലേക്ക് പോകേണ്ടി വരും. അത്തരം പ്രവാഹങ്ങളെയും പല ഘടകങ്ങളെയും ഒക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ശരീരം ഹീലിംഗ് ക്രൈസിസ്, നമ്മളത് പിന്നീട് സംസാരിക്കുന്നുണ്ട്, ഹീലിംഗ് ക്രൈസിസുകളെ നേരിടേണ്ടി വരും. ഈ ഹീലിംഗ് ക്രൈസിസ് നേരിടുന്നത് പലപ്പോഴും ഈ ഉപവാസത്തെക്കുറിച്ച് അറിയാത്ത ആരോഗ്യ വിദഗ്ധരാണ് എന്നതുകൊണ്ട് തന്നെ അത് പലപ്പോഴും പുലിവാലുണ്ടാക്കാറുണ്ട്. പിന്നെ നാട്ടിൻപുറത്തെ നാട്ടുവൈദ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്കും അറിയില്ല ഈ ഉപവാസത്തിന്റെ ഒരു ഘടന. അതുകൊണ്ട് തന്നെ 7 ദിവസത്തിന്റെ മുകളിലേക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അത് ഫാസ്റ്റ് ചെയ്ത് പരിചയമുള്ള, ഫാസ്റ്റിങ്ങിനെ ആധികാരികമായിട്ട് അറിയുന്ന ആരോഗ്യ വിദഗ്ധരുടെ ഒരു സപ്പോർട്ടോടുകൂടി മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, മറ്റേ ദീർഘകാലത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ശരിയാക്കാനായിട്ട് ഒരു 7 ദിവസം മുതലുള്ള ഫാസ്റ്റിംഗ് കൊണ്ട് സാധിക്കും. ഇപ്പൊ ലിവറിന്റെ പ്രശ്നങ്ങളുണ്ട്, കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വരുന്ന സമയത്ത് അതിന്റെ അപ്പോഴത്തെ ശാരീരികാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഉപവാസമാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ 7 മുതൽ 14 ദിവസം വരെയുള്ള ഉപവാസത്തിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനപ്പുറത്തേക്ക് ഇപ്പോ അതിലും വലിയ ഡെഡ്ലി ഡിസീസസ് ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ഇത് ചെയ്തില്ലെങ്കിൽ ആള് മരിക്കും, ഇപ്പൊ അടുത്ത ആഴ്ച മരിക്കും എന്നുള്ളൊരവസ്ഥയിലുള്ള ഒരാളെ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് കോൺഷ്യസ് ആയിരിക്കണം. അവർക്ക് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഉപവാസം വിളിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ICUലൊക്കെ സാധാരണ സംഭവിക്കുക. ഉപവസിക്കുന്നതിലൂടെയാണ് അവിടെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ഇന്റൻഷൻ നമുക്കറിയില്ല, പക്ഷെ ICUകളിൽ സാധാരണ സംഭവിക്കുന്നത് അതാണ്. അപ്പോ ഡെഡ്ലി ആയിട്ടുള്ള ഒരു സംഭവം, ഒരു അസുഖമാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിന് രോഗി കോൺഷ്യസ് ആയിട്ട് ഉപവാസത്തിലേക്ക് കയറുക. രോഗി കോൺഷ്യസ് ആയിട്ട് ഉപവാസത്തിലേക്ക് കയറുകയാണെങ്കിൽ അടുത്ത ആഴ്ച മരിക്കുന്നുള്ള ആളെ അടുത്ത ആഴ്ച ഒന്നും മരിക്കില്ല. അവര് പതുക്കെ കയറി വരും. അത് ഒരു 16, 17, 18 ദിവസങ്ങളൊക്കെ നീളുന്ന സമയത്ത് ശരീരം വളരെയധികം എന്താ പറയാ ശോഷിക്കുകയും ശരീരത്തിന്റെ അകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോവുകയും അവിടെ നിന്ന് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ കാരണങ്ങൾ എന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചതാണ്. അങ്ങനെ 21 ദിവസത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഉപവാസത്തെ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ 40ഉം 80ഉം ദിവസം വരെ ഫാസ്റ്റ് ചെയ്യുന്ന വ്യവസ്ഥകളുണ്ട് ഇവിടെ. ഇപ്പം മതപരമായ ചില രീതിയിലൊക്കെ അത്രയും ദിവസങ്ങളൊക്കെ നീണ്ട ഉപവാസങ്ങൾ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അവർക്കൊന്നും ഒരു ക്ഷീണമില്ല. പക്ഷെ ശരീരത്തിന്റെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് നടത്താൻ കഴിയണം, ഉപവസിച്ച പരിചയമുള്ളവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഉപവാസത്തിലേക്ക് കടക്കാവും. അപ്പോ ഒരു 18 ദിവസം വരെയുള്ള ഉപവാസം, പരമാവധി 21 ദിവസം വരെയുള്ള ഉപവാസം ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസിന്, അത് മരിക്കുന്ന ഉറപ്പുണ്ട്. ആ മരിക്കുന്ന ഉറപ്പുള്ള സംഭവത്തിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെങ്കിൽ റിട്രീവ് ചെയ്ത് വരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് വെരി ലോങ് ഫാസ്റ്റിംഗ് നമുക്ക് ഉപയോഗിക്കാം. മറ്റുള്ളത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല, എങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ലോകത്തുണ്ടോ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോ എത്ര ഉപവസിക്കുന്നു എന്നുള്ളത് അല്ല കാര്യം. ഇപ്പൊ എനിക്ക് ഉപവസിക്കാൻ തോന്നുന്നു പിന്നെ ഉപവസിച്ച് പോയേക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല. ഉപവസിക്കാൻ തോന്നും 10-21 ദിവസം ഉപവസിക്കും. അങ്ങനെ ഉപവസിക്കാൻ തോന്നി നമ്മളൊരു ആദർശപരമായിട്ട് ഉപവസിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ശമനാർത്ഥം നമ്മളൊരു ഉപവാസം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പർപ്പസ്? നമുക്ക് മെറ്റാബോളിക് റീ ഓർഡറിംഗ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തെ മാറ്റുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ പെയിൻ റിലീഫ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയാണോ വേണ്ടത്, അതല്ലെങ്കിൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലുമുള്ള ബ്ലോക്കുകൾ മാറ്റുകയാണോ വേണ്ടത്? ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഫാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതും 7 ദിവസത്തിൽ കൂടുതൽ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒരു ഞാൻ സജസ്റ്റ് ചെയ്യാം പ്രകൃതി ആശുപത്രിയിൽ ആയിരിക്കണം, അല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യരുത്.
ഒരു 5 ദിവസത്തിന്റെ അല്ലെങ്കിൽ 3 ദിവസത്തിന്റെ മുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉപവാസത്തെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ നിർദ്ദേശം വാങ്ങിയിരിക്കണം. ഇതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ട്രാപ്ഡ് ആയി പോകും. അപ്പോ ഈ കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് വേണം ഉപവാസത്തിന്റെ ഡ്യൂറേഷൻ തീരുമാനിക്കാൻ, ഉപവസിച്ച് അതിന്റെ റിസൾട്ടിലേക്ക് പോകാൻ. പിന്നെ ഉപവാസത്തിൽ നിന്ന് ഇറങ്ങുന്ന രീതി അതിനെക്കുറിച്ചും പറയാനുണ്ട്, നമുക്ക് പറയാം. അപ്പൊ ഉപവാസത്തിന്റെ ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു, അത് ബോധ്യമായെന്ന് വിചാരിക്കുന്നു. ഉപവസിക്കാൻ തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ഒരു കാറ്റലോഗായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഉപവസിക്കേണ്ടതുണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് ഉപവാസം ആവശ്യമുണ്ടോ എന്നുള്ളൊരു പരിശോധന നിങ്ങൾ നടക്കട്ടെ. അപ്പോ അടുത്ത പാഠങ്ങളിലെത്തും വരെ നന്ദി. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.